ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ ടോപ്പിക് കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താന്നുള്ളതും കൂടെ അറിയാന്ന് വിചാരിച്ചിട്ട്. 24 ഇയേഴ്സും ഞാനൊരു നല്ല കുട്ടി പ്രഷർ കുക്കറിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളും ഞാൻ അങ്ങനെ ഒരു കോംപ്രമൈസ് ആൾക്കാരെ പ്ലീസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലൈഫായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിനക്ക് മറ്റേ നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് കിട്ടിയോ? ഇല്ല, അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. നമുക്ക് നല്ല കുട്ടി സർട്ടിഫിക്കറ്റും കിട്ടിയില്ല, ചീത്ത കുട്ടിയും കിട്ടിയില്ല. പക്ഷെ നമ്മുടെ ആ സമയത്ത് ഞാൻ നല്ല കുട്ടി ആയിരുന്ന ആ ഒരു കാലഘട്ടത്തില് തലതെറിച്ച് നമ്മുടെ ഈ സോക്കോൾഡ് റിലേറ്റീവ്സിനോടും അല്ലെങ്കിൽ നാട്ടുകാരോടും ഒക്കെ എതിർത്തും നടന്നവര് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി 2 കാറ് മേടിച്ചപ്പോ അവരെല്ലാരും നല്ല കുട്ടി ഫ്രെയിമിൽ ടോപ്പിലെത്തി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പീപ്പിൾ ആർ റിയലി മെറ്റീരിയലിസ്റ്റിക്. അതെ, കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അല്ലാതെ നാട്ടുകാരും ഒന്നും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല. അവരുടെ നല്ല സർട്ടിഫിക്കറ്റും വേണ്ട, പിന്നെ ഹെൽപ്പും വേണ്ട. നമ്മൾ പലപ്പോഴും സൊസൈറ്റിയുടെ പ്രഷറിലാണ്. അല്ലെങ്കിൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, നമ്മുടെ ഇഷ്ടങ്ങൾ ഒന്നുമല്ല. നോ പറയേണ്ടടുത്ത് നോ പറയാ. പക്ഷെ ഞാൻ പൊതുവെ അങ്ങനെ നോക്കാറില്ല. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് ലിവ് മൈ ലൈഫ്. അത് തന്നെ ഞാൻ ചേച്ചികൾ കാണുമ്പോൾ എനിക്കുള്ള ഒരു കുശുമ്പ് അതായിരുന്നു. നോ പറയേണ്ടടുത്ത് നോ പറയാ. നമ്മുടെ സെൽഫ് മാറ്റേഴ്സ് എ ലോട്ട്. നമുക്ക് നമ്മളെ തന്നെ പ്രയോറിറ്റി തന്ന് ജീവിക്കാനുള്ള ടൈം. ശരിയാന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫാണ്, അതിന് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ സന്തോഷത്തോടെ നമ്മളുടെ ഇരിക്കുക. ഹാപ്പിനെസ് ആണ് നമ്മളുടെ പ്രയോറിറ്റി. അതെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുക. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, ബൈ.